ഹായ് ഫ്രണ്ട്സ്, PSC ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. കറണ്ട് അഫയേഴ്സ് 2025 ഡിസംബർ. നമ്മൾ ഡിസംബർ മാസത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് PSC പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള കുറേ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് പാർട്ട് 1 മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഡിസംബർ മാസത്തിലേതാണ് നോക്കുന്നത്. ഓക്കെ. 1. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ MGNREGA പുതിയ പേര് എന്താണ്? പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന, PBGRY. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക്സഭ സ്പീക്കറും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായിരുന്ന കോൺഗ്രസ് നേതാവ് 2025 ഡിസംബർ 12 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ശിവരാജ് പാട്ടീൽ. അദ്ദേഹം ലോക്സഭാ സ്പീക്കറും കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടിയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സജ്ജമാക്കിയ ഡിജിറ്റൽ സംവിധാനം ഏതാണ്? സുജൽഗാവ് ID. എന്താണ് സുജൽഗാവ് ID? കേന്ദ്ര ഗതാഗത മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആരാണ്? ഒന്ന് കമന്റ് ചെയ്യുമോ? യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ അണ്ടർ-19 ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന താരമെന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. എന്താണ്? വൈഭവ് സൂര്യവംശി. ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസം എവിടെയാണ് നടന്നത്? ഏകുവേരിൻ 2025. വേദിയായിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. ഗോട്ട് ഇന്ത്യ ടൂർ 2025ന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിച്ച അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ആരാണ്? ലയണൽ മെസ്സി. രാജ്യാന്തര 2020ൽ 1000 റൺസും 100 വിക്കറ്റും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യ. 2025ലെ സ്ക്വാഷ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? അത് നമ്മുടെ ഇന്ത്യയാണ് അല്ലേ? അപ്പോൾ സ്ക്വാഷിൽ കിട്ടുന്ന ആദ്യത്തെ കന്നിക്കിരീടം കൂടിയാണ് ഈ ലോകകപ്പ് കിരീടമായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ? സ്ക്വാഷിന് കിട്ടുന്നതാണ്, ഇന്ത്യക്കാണ് കിട്ടിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI രംഗത്തെ ആഗോള പുരോഗതി വിലയിരുത്തുന്ന സ്റ്റാൻഫർഡ് സർവകലാശാലയുടെ 2025ലെ ഗ്ലോബൽ AI വൈബ്രൻസി റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാം സ്ഥാനം. ലെ ഇടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ഗിരീഷ് കളത്തിലിന്റെ ഒച്ചയും കാഴ്ചയും, ഡോക്ടർ ചന്ദ്രദാസന്റെ റിയലി സോറി. ഇതൊരു ഷേക്സ്പിയർ നാടകമല്ല. അപ്പൊ ഏതൊക്കെയാണ്?
ഗിരീഷ് കളത്തിന്റെ ഒച്ചയും കാഴ്ചയും, ഡോക്ടർ ചന്ദ്രദാസന്റെ റിയലി സോറി. ഇതൊരു ഷേക്സ്പിയർ നാടകമല്ല. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ കാര്യക്ഷമത വിലയിരുത്തുന്ന സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറന്റ് അഫേഴ്സ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പാർട്ട് 2 അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ കറന്റ് അഫേഴ്സിനായി നമ്മുടെ ഈ ചാനൽ ഒന്ന് എന്തായാലും ഫോളോ ചെയ്ത് വെക്കുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും മറക്കരുത് കേട്ടോ. പിന്നെ കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ കൂടെ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് എന്തായാലും ഈ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് കൂടെ. ഓക്കേ.